ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കൊറോണ സമയത്ത് ഭവനങ്ങളിൽ, മുറികളിൽ മരണഭീതിയോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം ജനത്തിന് ആശ്വാസം നൽകിയ ഒരു ക്രൈസ്തവ ഗാനത്തിൻ്റെ ഈരടികളാണ് ഇത്. എല്ലാ ദുരന്തങ്ങൾക്കും അപ്പുറത്ത് ഒരു പ്രതീക്ഷയുടെ വെട്ടമുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നത്. അത് തന്നെയാണ് ഉയർപ്പ് തിരുനാളും നമ്മോട് പറയും. പീഡനത്തിലൂടെയും മരണത്തിലൂടെയും അവസാനം ഒരു ശവക്കല്ലറയിൽ അടക്കപ്പെട്ടാലും ഒന്നും അവസാനമല്ലെന്നും അതിനുമപ്പുറത്തൊരു ഉദ്ധിതനുണ്ടെന്നും നമ്മെ ഓർമ്മിപ്പിക്കും. 1977 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം ദ വേൾഡ് ഇൻ ഡാർക്ക്നെസ്. അതിലെ ഇതിവൃത്തം ഇങ്ങനെയാണ്: ഒരു പ്രശസ്തനായ ഒരു ഭൂഗർഭ ശാസ്ത്രജ്ഞൻ ഒരിക്കൽ പത്രസമ്മേളനം വിളിച്ചിട്ട് ആ മനുഷ്യൻ പറയും, ഞാൻ ഈശോയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ഇസ്രായേലിലേക്ക് പോവുകയാണ്. ആ മനുഷ്യൻ അരിമത്യക്കാരൻ ജോസഫ് നൽകിയ ആ കല്ലറയിൽ പരീക്ഷണങ്ങൾ നടത്തി. ഓരോ ദിവസത്തെയും വാർത്തകൾ മാധ്യമങ്ങൾ ആവേശത്തോടുകൂടി കൊടുത്തു. ഒരു ദിവസം ആ മനുഷ്യൻ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന ഏതാനും അസ്ഥികളുമായിട്ടാണ്. എന്നിട്ട് ഈ മനുഷ്യൻ വിളിച്ചു പറയും, 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ക്രിസ്തുവിൻ്റെ അസ്ഥികൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. ആ നിമിഷം വലിയ ഷോക്കാണ് ആ മാധ്യമങ്ങൾ ആ വാർത്ത പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ പിന്നീട് കാണുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനത്തെയാണ്. ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുന്നു, പൗരോഹിത്യം ഉപേക്ഷിക്കപ്പെടുന്നു, മനുഷ്യർ വലിയ പാപങ്ങളിലേക്ക് കടന്നു പോകുന്നു. കാരണം ഈശോ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ഈ ശാസ്ത്രജ്ഞൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ ആ ചിത്രം അവസാനിക്കുന്നത് മരണക്കിടക്കയിൽ കിടക്കുന്ന ഈ ശാസ്ത്രജ്ഞനെ കാണിച്ചുകൊണ്ടാണ്. ഈ മനുഷ്യൻ കണ്ണുനീരോടുകൂടി മാധ്യമങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഞാനെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. അസ്ഥികൾക്ക് അത്രമാത്രം പഴക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യൻ്റെ അസ്ഥി കൊണ്ടുപോയി അതിനെ ഞാൻ പരീക്ഷണങ്ങൾ നടത്തി വർഷങ്ങളോളം പഴക്കമുള്ള അസ്ഥിയാക്കി മാറ്റി. തെറ്റായ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിച്ചത്. ഈശോ സത്യമായിട്ടും എഴുന്നേറ്റിരിക്കുന്നു. ആ സിനിമ അവസാനിക്കുന്നത് തിരിച്ചുപോയ ജനങ്ങളൊക്കെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഭക്തിയോടെ ദിവ്യബലി അർപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അതേ പ്രിയപ്പെട്ടവരെ, യേശു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ലോകം അന്ധകാരം കൊണ്ട് നിറയപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ അത് ഉയർപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യം പറയും, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അതെ, ക്രിസ്തു സത്യമായിട്ട് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു പുരോഹിതനായിട്ട് ഈ ദേവാലയത്തിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഉദ്ധിതനായ ഈശോ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസം. ഇന്നും നമ്മൾ ഈ പാതിരാത്രി ഉഴച്ചു നിന്ന് ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ബലിയർപ്പിക്കാനായിട്ട് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. മരിച്ച മൺമടഞ്ഞ് പോയ ഒരു ദൈവമല്ല നമുക്കുള്ളത്, മറിച്ച് മരണത്തെ തോൽപ്പിച്ച ഒരു ഉദ്ധിതനായ ക്രിസ്തുവാണ് നമ്മുടെ ദൈവം. സുവിശേഷങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പിന് പല തെളിവുകളും നൽകുന്നുണ്ട്. ശൂന്യമായ കല്ലറ, യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞിരുന്ന കച്ച, ചുരുട്ടി മൂലയിൽ വെച്ചിരുന്ന തുവാല, ഇവനിവിടെ ഇല്ല എന്ന് പറയുന്ന മാലാഖമാരുടെ സന്ദേശം, പരസ്യ ജീവിതകാലത്ത് തന്നെ യേശു പറഞ്ഞു വെച്ച ഉയർപ്പിനെക്കുറിച്ച് പറഞ്ഞു വെച്ച പ്രവചനങ്ങൾ, ഇതൊക്കെ തെളിവുകളാണ്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇതിനേക്കാളുമൊക്കെ ശക്തമായ കുലീനമായ തെളിവ് ഒരുപക്ഷെ മരണത്തെ ജയിച്ച് ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാരിലുണ്ടായ മാറ്റം തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം മരണഭയം തന്നെയാണ്. അതാണ് ചെറിയ രോഗത്തിന് പോലും വലിയ ചികിത്സകൾ നൽകുന്ന 100 കണക്കിന് ആശുപത്രികൾ നമ്മുടെ ചുറ്റുമിങ്ങനെ വർദ്ധിച്ചു വരുന്നത്.
മരണത്തെ നീക്കി നിർത്തുവാനുള്ള തത്രപ്പാടിലാണ് ഒട്ടുമിക്ക ആളുകൾ. ഉദ്ധിതനെ കാണുന്നതിന് മുൻപ് ശിഷ്യരും കടന്നുപോയതും ഈ മരണഭയത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് 3 തവണ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതും. ശിഷ്യന്മാർ ആ രാത്രിയുടെ ഇരുട്ടത്ത് യേശുവിനെ തനിച്ചാക്കി ഓടി ഒളിച്ചതും. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും അനുഭവിച്ചിട്ടും യേശുവിൻ്റെ പീഡാസഹന സമയത്ത് യേശുവിനെ പിന്തുണയ്ക്കാതെ ജനക്കൂട്ടം മാറി നിന്നതും മരണഭയം കൊണ്ട് തന്നെ. എന്നാൽ മരണത്തെ തോൽപ്പിച്ച ഉദ്ധിതനെ കണ്ടെത്തിയപ്പോൾ ഒന്നിലും ആരുടെ മുൻപിലും പത്രോസ് പിന്നീട് ഭയപ്പെട്ടിട്ടില്ല. കാരണം തങ്ങളുടെ ഗുരുവും നാഥനുമായ ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചവനാണ്. അതുകൊണ്ട് തന്നെയാണ് പത്രോസിന് കുരിശു മരണത്തിന് വിധിക്കുമ്പോൾ ചെറിയ പുഞ്ചിരിയോടെ പത്രോസ് പറയും, എൻ്റെ ഗുരു മരിച്ചതുപോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. എന്നെ കുരിശിന് തലക്കീഴായി തറച്ച് കൊന്നാൽ മതി. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ ശരീരമൊക്കെ കല്ലുകൾ കൊണ്ട് കീറി മുറിക്കപ്പെടുമ്പോൾ വചനം പറയും, സ്വർഗം തുറന്ന് അവിടെ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ, ഉദ്ധിതനായ യേശുവിനെ കണ്ടപ്പോൾ അവൻ പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ടാണ് മരണത്തെ പൊറുക്കിയത്. അതുകൊണ്ട് തന്നെയാകണം രക്തസാക്ഷികൾ കൊളോസിയത്തിലേക്ക് മൃഗങ്ങളാൽ പിച്ചി ചീന്തുവാനായിട്ട് കൊണ്ടുപോകപ്പെടുമ്പോൾ ക്രൈസ്തവരായ രക്തസാക്ഷികളുടെ മുഖത്ത് നോക്കുവാനായിട്ട് നീറോ ചക്രവർത്തി പറയുകയായിരുന്നു, എനിക്ക് ഭയമായിരുന്നു. കാരണം അവരുടെ മുഖത്ത് ഒരു ഉല്ലാസത്തിന് പോകുന്ന വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ കൊലക്കളത്തിലേക്ക് നീങ്ങിയത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം സഹനത്തിലൂടെ കടന്നുപോയാലും മരണത്തോളം അടുക്കുന്ന വേദനയിലൂടെ അനുഭവിച്ചാലും മറക്കാതിരിക്കാം, നമ്മളെ ശക്തിപ്പെടുത്തുന്ന മരണത്തെ തോൽപ്പിച്ച വൃദ്ധിതനായ യേശുവുണ്ട്. ആ യേശുവിൻ്റെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓരോ ദുഃഖവെള്ളിയും അവസാനമല്ല, അതിനും അപ്പുറത്ത് വൃദ്ധിതനായ ക്രിസ്തുവുണ്ട്, ഉയർപ്പുണ്ട്.